പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യ ഏക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യരുടെ ഇടയിൽ ഇന്ന് പാപം പെരുകിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിലും അവനിൽ പാപബോധമില്ല. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് ശരി എന്ന ജഡീകമായ ചിന്തയാണ് മനുഷ്യനെ ഭരിക്കുന്നത്. മനുഷ്യന് പാപബോധമില്ലാത്തത് കൊണ്ട് തന്നെ അനുതാപം, പശ്ചാത്താപം, മാനസാന്തരം എന്നിവയെല്ലാം അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ ഒരു സത്യം നാം മനസ്സിലാക്കണം. മനുഷ്യനിൽ പാപബോധമില്ലെന്ന് കരുതി ദൈവമുമ്പാകെ അവൻ്റെ പാപം ഇല്ലാതാകുന്നില്ല. അന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ നേരെ വിരൽ ചൂണ്ടിയതുകൊണ്ടാണ് ദാവീദിന് പാപബോധവും പശ്ചാത്താപവും ഉണ്ടായതും ദൈവത്തിൽ നിന്ന് പാപമോചനം ലഭിച്ചതും. ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ യേശു തമ്പുരാൻ അരുൾ ചെയ്തു, അവൻ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഇന്ന് മനുഷ്യനിൽ പാപബോധമില്ലാത്തതിൻ്റെ കാരണം അവനിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അവസരത്തിൽ പാപികളായ കുറേ മനുഷ്യരുടെ പാപമോചനത്തിന് വേണ്ടി ദൈവമുമ്പാകെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയും അങ്ങനെ അവരെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്ത ഒരു പുരോഹിതനെക്കുറിച്ച്, എസ്രാ പുരോഹിതനെക്കുറിച്ച് തന്നെ നമുക്ക് അല്പസമയം ചിന്തിക്കാം. ശലോമോൻ രാജാവ് പണി കഴിപ്പിച്ച യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷം ചിതറിപ്പാർത്തിരുന്ന ഇസ്രായേല്യർ ദര്യാവേശ് രാജാവിൻ്റെ കാലത്ത് പുനരധിവസിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി അവർ നശിപ്പിക്കപ്പെട്ട ദേവാലയം വളരെ ക്ലേശിച്ചാണെങ്കിലും വീണ്ടും പുതുക്കി പണിയുകയും ചെയ്തു. എങ്കിലും അവർ അവരുടെ പിതാക്കന്മാരെ പോലെ വീണ്ടും യഹോവയ്ക്കെതിരായി പാപം ചെയ്യുവാൻ തുടങ്ങി. എസ്രാ പ്രവാചകൻ്റെ പുസ്തകം 9-ഉം 10-ഉം അധ്യായങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഒരു ദിവസം കുറേ ദൈവഭയമുള്ള പ്രഭുക്കന്മാർ എസ്രാ പുരോഹിതൻ്റെ അടുത്ത് വന്ന്, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന കൽപ്പന, അതായത് ജാതികളുമായി വിവാഹബന്ധം ചെയ്യരുത്, രണ്ട് വിഭാഗത്തിലും പെട്ട, അതായത് ഇസ്രായേലിൽ എന്ന വിശുദ്ധ ജനത്തിൽപ്പെട്ടവരും ജാതികളിൽപ്പെട്ടവരുമായ സ്ത്രീകളുമായി പരസ്പരം വിവാഹബന്ധത്തിൽ ഏർപ്പെടരുതേ എന്ന കൽപ്പന ആവർത്തന പുസ്തകം 7-ാം അധ്യായം 3-ാം തിരുവചനം ലംഘിക്കുക വഴി യഹോവയുടെ മുമ്പാകെ പാപം ചെയ്തു പോയി എന്നറിയിച്ചു. ഈ വർത്തമാനം കേട്ടപ്പോൾ എസ്രാ പുരോഹിതൻ തൻ്റെ വസ്ത്രവും മേലങ്കിയും കീറി തൻ്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ച് ദുഃഖാർത്ഥനായി ദേവാലയത്തിന് മുന്നിൽ വീണ് കിടന്ന് കരയുന്നത് കണ്ട് ജനങ്ങളുടെ പാപം ദൈവമുമ്പാകെ ഏറ്റുപറയുകയും അവർക്ക് വേണ്ടി പാപക്ഷമ യാചിക്കുകയും ചെയ്യുന്നതും കണ്ടപ്പോൾ അവിടെ തടിച്ചുകൂടിയ ഇസ്രായേല്യരുടെ വലിയൊരു കൂട്ടം പശ്ചാത്താപം മൂലം കരയുകയും മാനസാന്തരപ്പെട്ട് അവർ ചെയ്തു പോയ തെറ്റുകളെ തിരുത്തുവാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ആത്മീയ ജീർണതയുടെ മുഖ്യ കാരണം ജനങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ദൈവമുമ്പാകെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എസ്രാ പുരോഹിതന്മാരുടെ അഭാവമാണെന്ന ദുഃഖസത്യം ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? ഇന്ന് ക്രിസ്തീയ സഭകളുടെ ഏറ്റവും വലിയ ശാപം ഘനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുകയും ഒരു ചെറുവിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ മനസ്സില്ലാതിരിക്കുകയും ചെയ്യുന്ന സുവിശേഷ പ്രസംഗകരുടെ എണ്ണം
ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായത്തിൻ്റെ ഉള്ളടക്കം ഇന്നത്തെ കാലയളവിൽ ഏറ്റവും പ്രസക്തമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. പരിശുദ്ധനായ പൗലോസ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 10-11 തിരുവചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. നിർഭാഗ്യമെന്ന് പറയട്ടെ, ജാതിമതഭേദമന്യേ ഇന്ന് സകല മനുഷ്യരും ദ്രവ്യത്തിൻ്റെ പിന്നാലെ മാത്രമാണ് ഓടുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യമായി അനുദപിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു സൃഷ്ടിയല്ല, പിന്നെയോ സൃഷ്ടാവാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. മനുഷ്യൻ്റെ അധർമ്മം അത്രമാത്രം പെരുകിയതുകൊണ്ടാണ് യഹോവയായ ദൈവം അപ്രകാരം ചിന്തിച്ചത്. അനുതാപത്തിൻ്റെ വ്യാപ്തി അളക്കുന്ന ഒരു അളവ് കോലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു ഇന്ന് യഹോവയായ ദൈവം അന്നത്തേതിനേക്കാൾ എത്രയോ ഇരട്ടി അനുദപിക്കുന്നുണ്ടെന്ന്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 3-5 തിരുവചനങ്ങളിൽ യേശു അരുൾ ചെയ്ത വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ്: അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. യേശുവിൻ്റെ വാക്കുകൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ, മനസ്സിനെ മതിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ മാനസാന്തരപ്പെട്ടു എന്നൊക്കെ കേവലം നാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുകയും വേണം. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നിനേവക്കാർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുകയും അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് അവരുടെ പ്രവൃത്തികളാൽ ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ മാത്രമാണ് ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞിരുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ യേശുവും സക്കായും തമ്മിലുള്ള ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ സക്കായിക്ക് മനസാന്തരം ഉണ്ടാകുകയും തൽഫലമായി അദ്ദേഹത്തിൻ്റെ വസ്തുവകയിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുകയും ചതിവായി മറ്റുള്ളവരിൽ നിന്നും വാങ്ങിയതിൻ്റെ 4 ഇരട്ടി മടക്കി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ വലിയ നോയമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് മാനസാന്തരപ്പെടുവാനും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.